വയനാട് പുൽപ്പള്ളി കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൂമൻ എന്ന മാരന്റെ മൃതദേഹം സംസ്കരിച്ചു. പ്രതിഷേധത്തിന് പിന്നാലെ ADM നൽകിയ ഉറപ്പിലാണ് കുടുംബം പോസ്റ്റ്മോർട്ടത്തിന് സമ്മതിച്ചത്. 6 ലക്ഷം രൂപ അടിയന്തര ധനസഹായം കൈമാറുമെന്നും വീടും സ്ഥലവും കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഉറപ്പു നൽകി. നരഭോജി കടുവ വീണ്ടും ജനവാസ മേഖലയിലെത്തിയതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. കടുവയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മാരന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു ബന്ധുക്കളുടെ ആവശ്യം. ജില്ലാ കളക്ടർ നേരിട്ടെത്തി ഉറപ്പ് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമാണ് ഉന്നതിയിലുണ്ടായത്. ഉറപ്പ് ലഭിക്കാതെ പോസ്റ്റ്മോർട്ടം നടപടികളുമായി സഹകരിക്കില്ലെന്ന നിലപാടിലായിരുന്നു കുടുംബം. തുടർന്ന് ADM ഉൾപ്പെടെ സ്ഥലത്തെത്തി ബന്ധുക്കളുമായി ചർച്ച നടത്തി. അടിയന്തര ധനസഹായമായി 6 ലക്ഷം രൂപ ഉൾപ്പെടെ കൈമാറാമെന്ന് ഉറപ്പ് നൽകിയതായി ബന്ധുക്കൾ പറഞ്ഞു. ഉറപ്പെന്ന് വെച്ചാൽ ഈ പാതയുടെ പൈസ പറഞ്ഞു. ഇപ്പൊ സ്വന്തമായിട്ട് ഒരു സെന്റ് ഭൂമി പോയില്ലാത്ത ആളാണ്. ഇപ്പോൾ കാലസ്ഥ പറഞ്ഞു അവള് വീട് വെക്കാനുള്ള സ്ഥലം കണ്ടെത്തിത്തരുമെന്ന് പറഞ്ഞു. പിന്നെന്താ ഈ സർക്കാർ ജോലി താൽക്കാലികോ എന്താ സ്ഥിരമായിട്ടോ എന്താക്കി നടപടിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയാണ് പറഞ്ഞേക്കുന്നത്. പൈസ 6 ലക്ഷം രൂപ ചെക്ക് പറഞ്ഞിട്ടുണ്ട്. 3 ലക്ഷം വെച്ച് 2 പേരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ പറഞ്ഞു. കടുവയെ പിടികൂടാനായില്ലെങ്കിൽ മയക്കുവെടി വെക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിലവിലുള്ള നിർദ്ദേശം ഈ നിരീക്ഷണം ശക്തിപ്പെടുത്തി കടുവയെ പിടികൂടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. നടപടിയുടെ ഭാഗമായി മയക്ക് വെടിവെക്കുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അടുത്ത ദിവസം തന്നെ കളക്ടർ ഉന്നതി സന്ദർശിക്കും. ധനസഹായത്തോടൊപ്പം വനം വകുപ്പിൽ താൽക്കാലിക ജോലിയും വീടും സ്ഥലവും കണ്ടെത്തുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ADM ഉറപ്പു നൽകി. ഇനിയെങ്കിലും വന്യജീവി ആക്രമണത്തിൽ ജീവൻ പൊലിയാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസൽ നെടുമ്പാല, മീഡിയ 1, വയനാട്.